UDF സർക്കാരിനെ സംബന്ധിച്ച് പൊതുഗതാഗതം, പൊതുവിതരണം എന്നിവ തകർക്കുന്ന ചരിത്രമാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. KSRTCയെ കഴിഞ്ഞ 10 വർഷം പിടിച്ചു നിർത്തിയത് ഇടതുപക്ഷ മുന്നണി സർക്കാരായിരുന്നു. KSRTC ജീവനക്കാരുടെ കാര്യത്തിലും നാട്ടുകാർക്ക് ഒരു പൊതുഗതാഗതം നിലയിൽ KSRTC അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. അപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി LDF സർക്കാർ വളരെയധികം പരിശ്രമം നടത്തി. പക്ഷേ UDF സർക്കാർ ദൗർഭാഗ്യവശാൽ ജനക്ഷേമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന ഇത്തരം പരിപാടികൾ ഒരു പ്രസ്ഥാനത്തെ, അത് KSRTC മാത്രമല്ല സ്വകാര്യ ബസ്സുകളെയും, അങ്ങനെ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ പാടെ തകർക്കും എന്നൊരു സംശയമില്ല. ഇപ്പോൾ എംപാനൽ ജീവനക്കാർക്കാണ് ശമ്പളം കിട്ടാത്തതെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ വരും. പിന്നെ ഒരു അനുഗ്രഹം ഉള്ളതെന്ന് പറയുന്നത് ഈ മന്ത്രി ശമ്പളം വാങ്ങുന്നില്ല, ഇവർക്ക് ശമ്പളം കിട്ടാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഓണമൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും KSRTC ജീവനക്കാർക്ക് മന്ത്രി ശമ്പളം വാങ്ങാത്തതുകൊണ്ട് എല്ലാ പലവ്യഞ്ജന കടകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നും സൗജന്യമായിട്ട് സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള എന്തെങ്കിലും സംവിധാനം കൂടി ഉണ്ടാക്കണം. കാരണം അല്ലെങ്കിൽ തൊഴിലാളികൾ വലഞ്ഞു പോകും. കാരണം ഇതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. ഇത് KSRTC നിലച്ചു പോയാൽ, അതിനനുബന്ധമായി സ്വകാര്യ ബസ്സുകൾ നിലച്ചു പോകുമ്പോൾ കേരളത്തിലെ പൊതുഗതാഗതം തകർന്നു പോകും. എല്ലാവരും കാറ് വാങ്ങിച്ചും ബൈക്കിലും പോകുന്ന ഒരു UDF ഭരണം അത് കാണാൻ വേണ്ടിയായിരിക്കാം ഈ പറയുന്ന 1.5 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവരും സൗജന്യ യാത്രയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ നീതിയല്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് KSRTCയിൽ ഇത്തരം സൗജന്യങ്ങൾ അനുവദിക്കാൻ LDFന് കഴിയുമായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ്, 22,000-23,000-ഓളം സ്ഥിരം ജീവനക്കാരും ഏതാണ്ട് 7,000-ഓളം ടെമ്പററി ജീവനക്കാരുമായി പോകുന്ന KSRTC എന്ന സ്ഥാപനത്തിൻ്റെ തകർച്ച അത് കാണേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സർക്കാർ പണം കൊടുത്ത് ഒരു മാസം 60 കോടി, 65 കോടി, 70 കോടി കൊടുത്ത് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എത്ര നാൾ പോകാൻ കഴിയും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അക്കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ധനകാര്യ വകുപ്പിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ഈ പണം അനുവദിക്കാൻ ഒരു ദിവസം വൈകിയാൽ കേരള KSRTCയുടെ ഡീസൽ സപ്ലൈ നിൽക്കും, ശമ്പളം നിൽക്കും, KSRTC ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണമില്ലാതെ വരും. ഇത് 12 കോടി രൂപ വരെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്ക് കളക്ഷൻ നേടാൻ കഴിയും. ഇന്നത് 6 കോടി 6.5 കോടിയിലേക്ക് താന്നു എന്ന് പറയുമ്പോൾ ബാങ്കുകൾ KSRTCക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പിന്മാറും. കാരണം 6.5 കോടി ദിവസം അടഞ്ഞുകൊണ്ടിരിക്കുന്ന പണം 8 കോടി 9 കോടിയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 1 കോടി 19 ലക്ഷം രൂപ എല്ലാ ദിവസവും ബാങ്കുകൾ പിടിച്ചെടുക്കും. അവർക്ക് പഴയകാല ലോണിൻ്റെ തിരിച്ചടവാണ്. അതുകൂടി കഴിയുമ്പോൾ ഡീസൽ അടിക്കാനും ശമ്പളം കൊടുക്കാനൊന്നും പൈസ ഇല്ലാതെ വരികയും യാതൊരു സാമൂഹികമോ സാമ്പത്തികമായ പഠനം കൂടാതെ നടപ്പിലാക്കിയ പരിഷ്കാരം പാവപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിട്ട് അത് നല്ലത് ആണെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പാവപ്പെട്ടവർക്ക്, ഞാൻ എടുത്തു പറയുന്ന വാക്കാലോചനം, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമായ സ്ത്രീകൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ താങ്കൾ ചോദിച്ചതുപോലെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവർക്കും ഈ സൗജന്യം എന്തിന്? അതൊരു സാമൂഹ്യ നീതിയല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനേക്കാൾ വലുതല്ലേ സാറേ ഇപ്പം എന്നെയും കൊണ്ട് ഞാനും ഏതാണ്ട് KSRTC അവസാനിക്കും, പ്രൈവറ്റ് ബസ് അവസാനിക്കും. ആദ്യം പ്രൈവറ്റ് ബസ് നിൽക്കും, നിന്ന് കഴിയുമ്പോൾ KSRTC സർക്കാർ തള്ളിക്കൊണ്ടുപോകും, KSRTC നിൽക്കുമ്പോൾ പൊതുഗതാഗതം തകരും. ഈ UDFൻ്റെ ലക്ഷ്യം പൊതുഗതാഗതത്തെ തകർക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്ക് ആളില്ല, കളക്ഷനില്ല, ടാക്സ് അടയ്ക്കണം, ശമ്പളം കൊടുക്കണം. അങ്ങനെ പിന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ജീവനക്കാരും ഉടമസ്ഥന്മാരും ഞാൻ പരാജയപ്പെട്ടപ്പോൾ പായസം വെച്ചവരാണ്. ഇനി വീട്ടിൽ നിന്ന് പായസം വെച്ച് കുടിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർക്ക് എന്താണ് അവരെയൊക്കെ സത്യത്തിൽ ഇവരെയെല്ലാം സ്ഥിരമായി നിലനിർത്തി എല്ലാവരും അന്തസ്സായി ജീവിക്കുന്ന കാണാനാണ് LDF സർക്കാർ ആഗ്രഹിച്ചിരുന്നത്. അച്ചടക്കം അതറിയണം, കാലം തിരിച്ചറിയട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അച്ചടക്കത്തോടെ നോക്കുമ്പോൾ ഏതൊരു വ്യവസായത്തിന് നിലനിൽപ്പുണ്ട്. അത് KSRTCക്കാരും നിലനിൽപ്പുണ്ട്, പ്രൈവറ്റ് ബസ്സിനായാലും നിലനിൽപ്പുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 1-2 പോയിന്റുകളാണ് അന്ന് കുറ്റമായി പറഞ്ഞ് പായസം വയ്ക്കാൻ കാരണം. പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും അതിന് ആളുകളും ക്ലീനർമാരും അതിൻ്റെ പോലീസ് വെരിഫിക്കേഷൻ എടുക്കണം. ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ല. ക്രിമിനൽ കേസുകളിൽ, ക്രിമിനൽ കുറ്റങ്ങൾ, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറ്റും ഉപദ്രവിക്കുന്ന ക്രിമിനൽ കേസുകൾ പ്രതിയല്ലാതിരിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇപ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞ ദിവസം, മാതൃഭൂമി വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ടാണ്. അതിൽ പറയുന്നത് ഊബർ ഡ്രൈവർമാരെല്ലാം പോലീസ് ക്ലിയറൻസ് വാങ്ങണം. ഊബർ ഡ്രൈവർമാർ പോലീസ് ക്ലിയറൻസ് വാങ്ങണം എന്നുള്ളത് നിയമത്തിലെ വ്യവസ്ഥയാണ്. കേരളത്തിലെ ഊബർ പോലുള്ള സ്ഥാപനങ്ങൾ ഈ ഓൺലൈൻ ടാക്സികൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവർമാർ ഈ ക്ലിയറൻസ് വാങ്ങിയിരിക്കണം എന്നുള്ളത് ആ നിയമത്തിൻ്റെ ഭാഗമാണ്, ആ പോളിസിയുടെ ഭാഗമാണ്. അത് നടപ്പിലാക്കിയാൽ മതി. ഇത്രേ പറഞ്ഞുള്ളൂ. കാരണം ബസ്സിൽ പോകുമ്പോൾ നാളെ ഒരു ചെറിയൊരു കുഞ്ഞിനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്കോ ഒരു സഹോദരിക്കോ ഒരു ആപത്ത് അതിൻ്റെ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഇതിൽ കൊണ്ടു നടക്കരുത് എന്ന്
ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കാലമാണ് തെളിയിക്കേണ്ടത്, ഇപ്പോഴല്ല. നാളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ ഇന്നേക്കുറിച്ചല്ല. നല്ല ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത് നാളെക്കുറിച്ചാണ് പറഞ്ഞത്. നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്. നാളെ റോഡിലുള്ള മരണങ്ങളുടെ എണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടാണ് ലൈസൻസ് നല്ലത് കൊടുക്കണമെന്ന്. അതൊക്കെ കുറ്റകൃത്യങ്ങളായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ആ കുറ്റകൃത്യങ്ങൾ ഇനിയും പറയും. അത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല.